ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇന്നും റിയൽ ലൈഫിൽ നടന്നൊരു പ്രേത അനുഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഇൻസ്റ്റഗ്രാം വഴി നമ്മളോട് അനുഭവം പങ്കുവച്ച കുട്ടിയുടെ പേര് മഞ്ജു എന്നാണ്. ഈ ഒരു അനുഭവം നടക്കുമ്പോൾ മഞ്ജു പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലാണ്. ആ ഒരു സമയത്താണ് പാലക്കാട് പ്രശസ്തമായ പുതുശ്ശേരി വെടി എന്നൊരു ഉത്സവം നടക്കുന്നത്. ആ ഭാഗത്തുള്ള മിക്കവർക്കും ഈ ഒരു ഉത്സവത്തെ പറ്റി അറിയാമായിരിക്കും. അങ്ങനെ ആ ഒരു ഉത്സവം കാണുവാൻ വേണ്ടി മഞ്ജു അവളുടെ തറവാട്ടിലേക്ക് പോയി. എല്ലാ വർഷവും ഈ ഉത്സവ സമയത്ത് തറവാട്ടിൽ എല്ലാ ബന്ധുക്കളും ഒന്നിച്ചു കൂടാറുണ്ട്. അങ്ങനെ അവരെല്ലാം ഒന്നിച്ചുകൂടി അന്നേ ദിവസം രാത്രിയിലെ ഉത്സവമെല്ലാം കണ്ട് അവർ വീട്ടിൽ മടങ്ങിയെത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും കിടക്കാൻ തയ്യാറായി. വീട്ടിലന്ന് ഒരുപാട് അംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേരെല്ലാം വീടിന് വെളിയിലാണ് കിടന്നത്. അന്ന് മഞ്ജുവും വീടിന് വെളിയിൽ അമ്മയുടെ കൂടെയാണ് കിടന്നത്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന മഞ്ജുവിൻ്റെ മുഖത്ത് വല്ലാതെ തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. ഈ ഒരു തണുത്ത കാറ്റടിച്ച് മഞ്ജു കണ്ണു തുറന്ന മഞ്ജു കാണുന്നത് തൻ്റെ മുന്നിലായി ഒരു കറുത്ത രൂപം. അത് അവളെ വല്ലാതെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ അത് കണ്ട് വല്ലാതെ ഭയന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും ഒന്ന് അനങ്ങാനോ ഒന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കാനോ അവൾക്ക് സാധിക്കുന്നില്ല. അവൾക്ക് പറ്റാവുന്ന രീതിയിൽ ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ശബ്ദം അത് ഉച്ചത്തിൽ പോകുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്ന അമ്മയെ കൈകൊണ്ട് തട്ടി വിളിക്കാൻ അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. അവളുടെ ശരീരമാകെ മരച്ചുപോയി. ആ ഒരു രൂപം വളരെ ഘോരമായ രീതിയിൽ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അമ്മയെ തട്ടി വിളിച്ചു. അമ്മ എണീറ്റ് നോക്കുമ്പോൾ കണ്ടത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി മഞ്ജു എന്തൊക്കെയോ പരാക്രമം കാട്ടിക്കൂട്ടുന്നതാണ്. ഇതെല്ലാം കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാതെ ഭയമായി. അപ്പോഴേക്കും ആ ഒരു രൂപം അവളുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. അമ്മ അപ്പോഴേക്കും മറ്റു ബന്ധുക്കളെല്ലാം വിളിച്ചു കൂട്ടി. അവളെ എണീപ്പിച്ചിരുത്തി മുഖത്തെല്ലാം തട്ടി കാലിലെല്ലാം തിരുമ്മിക്കൊടുത്തു. എന്നിട്ടും അവൾ ആ ഒരു സ്വബോധത്തിലേക്ക് വന്നില്ല. എന്തോ കണ്ട് ഭയപ്പെട്ട പോലെ അവൾ ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ അകത്ത് പോയി പൂജാമുറിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മമെടുത്ത് അവളുടെ കഴുത്തിലും തലയിലുമെല്ലാം തേച്ചു കൊടുത്തു. അപ്പോഴേക്കും അവളുടെ പാതി ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ അവളൊരു ആശുപത്രിയിലായിരുന്നു. ബോധം വന്നതിന് ശേഷം വീട്ടുകാർ അവളോട് എന്താണുണ്ടായെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ നടന്ന കാര്യം പറഞ്ഞത്. അപ്പോഴാണ് അവിടുത്തെ മൂത്ത കാരണവരായ വല്യച്ഛൻ അവരോടൊരു കാര്യം പറഞ്ഞത്. ഇതുപോലൊരു അനുഭവം ആ ഒരു വല്യച്ഛനും മുന്നുണ്ടായിട്ടുണ്ട്. ആദ്യമെല്ലാം ആ വല്യച്ഛൻ വീടിന് മുറ്റത്ത് ഒരു കട്ടിലിട്ട് അവിടെയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ വല്യച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് വല്ലാതെ തണുപ്പ് അനുഭവപ്പെട്ടു. ആ തണുപ്പത്ത് അദ്ദേഹം എണീറ്റ് വീടിനകത്ത് പോയി ഒരു പുതപ്പെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതപ്പെടുക്കാൻ വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് വല്യച്ഛൻ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. തിരിഞ്ഞു നോക്കിയ വല്യച്ഛൻ ഞെട്ടിപ്പോയി. വല്യച്ഛൻ കിടന്ന ആ ഒരു കട്ടിലിൽ ഒരു രൂപം. ആ ഒരു രൂപത്തിൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു രൂപം ആ വല്യച്ഛനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വല്യച്ഛൻ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ടെടുത്തു വെച്ചു. അപ്പോഴാണ് ആ ഒരു രൂപം ഒരു വല്ലാത്ത ശബ്ദമുണ്ടാക്കുന്നത്. ഇത് കേട്ടതും അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ പകുതി ഇല്ലാണ്ടായി. ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം വീടിനുള്ളിലേക്ക് പെട്ടെന്ന് കയറി വാതിലടച്ചു. പൂജാമുറിയിൽ പോയി ഭസ്മമെല്ലാം നെറ്റിയിലും കഴുത്തിലുമെല്ലാം തേച്ച് അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആ ഒരു കട്ടിലെടുത്ത് വീടിനകത്തിട്ടു. അതിൽ പിന്നെ അദ്ദേഹം വീടിന് പുറത്ത് കിടന്നുറങ്ങിയിട്ടില്ല. ഇതെല്ലാം കേട്ടപ്പോഴേക്കും അന്ന് രാത്രി നടന്നത് ഒരു സ്വപ്നമല്ലായിരുന്നു എന്ന് മഞ്ജുവിന് ഉറപ്പായി. കാരണം അവൾ അത് നേരിട്ട് തൻ്റെ തൊട്ടടുത്ത് കണ്ടതാണ്.
ആ ഒരു സംഭവത്തിന് ശേഷം തറവാട്ടിലേക്ക് പോകാൻ അവൾക്ക് ഭയമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നടന്ന് ഒരുപാട് വർഷങ്ങളായി. ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നു. എങ്കിലും ഇപ്പോഴും ഈ ഒരു അനുഭവം ഓർക്കുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയമുണ്ട്. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ ഹാപ്പിയാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോഴും അവൾക്ക് മറക്കാനാകുന്നില്ല. എന്താണ് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്തരം അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റാ ID ലിങ്ക് വഴി എനിക്കൊരു മെസ്സേജായി നിങ്ങൾക്ക് ആ ഒരു അനുഭവം പങ്കുവയ്ക്കാവുന്നതാണ്. ആ ഒരു അനുഭവം ഒരു വീഡിയോയായി എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.